everyone, welcome back to another session. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു ഇൻട്രസ്റ്റിംഗ് ആൻഡ് ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് പഠിക്കാൻ പോകുന്നത്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു പുതിയ കാര്യമാണ് that is nothing but idioms. Okay, അപ്പോൾ ഇഡിയംസിനെ പറ്റിയിട്ടാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത് ആൻഡ് അത് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അതിന് മുന്നേ എന്താണ് ഇഡിയംസ്, അതേപോലെ തന്നെ ഇഡിയംസ് എങ്ങനെ പഠിക്കും, അതിന്റെ മീനിങ് എന്താണെന്നൊക്കെ നമ്മൾ അറിയണം അല്ലേ. ആക്ച്വലി idioms is not that easy to study. അത്ര ഈസി ആണെന്ന് ചോദിച്ചാൽ പഠിക്കാൻ ഈസി ആണെന്ന് ചോദിച്ചാൽ അല്ല. കാരണം നമ്മൾ മലയാളീസ് എപ്പോഴും മലയാളം സംസാരിക്കുന്ന ആൾക്കാരാണ്. ഇഡിയംസ് ഒന്നും അത്ര യൂസ് ചെയ്യുന്ന ആൾക്കാരല്ല. യൂസ് ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ച് ഇറ്റ് ഈസ് വെരി ഈസി, റൈറ്റ്? അപ്പം ഇഡിയംസിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു ഇഡിയം മിസ് പറഞ്ഞുതരാം. ക്ലൗഡ് 9. എന്താ? ക്ലൗഡ് 9. ഇതൊരു ഇഡിയമാണ്. എടാ, ക്ലൗഡ് എന്ന് പറഞ്ഞാൽ എന്താ? മേഘം എന്നല്ലേ, അല്ലെ? 9 എന്ന് പറഞ്ഞാൽ എന്താ? 9 എന്നാണല്ലോ. അങ്ങനെയാണെങ്കിൽ ഐ ആം അറ്റ് ക്ലൗഡ് 9 എന്ന് പറഞ്ഞാൽ ഞാൻ 9ാമത്തെ മേഘത്തിലാണ് എന്നല്ല അർത്ഥം. ഐ ആം ഹാപ്പി എന്നാണ് ഇതിന്റെ അർത്ഥം. എന്താണ് അർത്ഥം? ഐ ആം ഹാപ്പി. ഐ ആം അറ്റ് ക്ലൗഡ് 9 എന്ന് പറഞ്ഞാൽ ഞാൻ സന്തോഷവതിയാണെന്നുള്ള മീനിങ്ങാണ്. അപ്പം ഇതാണ് ഇതിന്റെ പ്രശ്നം. അപ്പം ഇഡിയംസ് എന്ന് പറഞ്ഞാൽ എക്സ്പ്രഷൻസ്. ഇങ്ങനത്തെ ഈ എക്സ്പ്രഷൻസ് പ്രത്യേകത എന്താന്ന് വെച്ചാൽ ആ വേർഡ് ബൈ വേർഡ് നിങ്ങൾ എടുക്കുന്ന മീനിങ് ആയിരിക്കില്ല ആ ഹോൾ ഫ്രേസിന്റെ മീനിങ് വരുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഇംഗ്ലീഷ് മോർ ആൻഡ് മോർ ബ്യൂട്ടിഫുൾ ആക്കാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ആരെ യൂസ് ചെയ്യാം? ഇഡിയംസിനെ യൂസ് ചെയ്യാം. കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് ഇഡിയംസിനെ യൂസ് ചെയ്യാം. അങ്ങനെ കുറേ ഇഡിയംസ് ഇംഗ്ലീഷിലുണ്ട്. പക്ഷെ കോമൺ ആയിട്ട് വരുന്ന ഇഡിയംസ് മാത്രമേ നമുക്ക് പഠിക്കൽ നടക്കുള്ളൂ. എല്ലാം കൂടെ പഠിക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ദാറ്റ് ഈസി. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ കുറച്ച് ഇഡിയംസ് തന്നിട്ടുണ്ട്, അതിന്റെ മീനിങ്സും അത് റിലേറ്റഡ് ആയിട്ടുള്ള പാസേജും ടെക്സ്റ്റിൽ തന്നിട്ടുണ്ട്. യു ഹാവ് ടു ഗോ ത്രൂ ദാറ്റ്. ഓക്കെ, അപ്പം ലെറ്റ്സ് എക്സ്പ്ലോർ സം ഫൺ ഇഡിയംസ്. ഫൺ ആയിട്ടുള്ള കുറച്ച് ഇഡിയംസ് ആണ് നമ്മൾ പഠിക്കുന്നത്. ആൻഡ് നിങ്ങളിത് യൂസ് ചെയ്യണം കേട്ടോ. ചുമ്മാ പഠിച്ചാൽ പോരാ, ഇതൊക്കെ നിങ്ങൾ യൂസ് ചെയ്യുകയും വേണം. ഓക്കെ, ഇനിയിപ്പോൾ നിങ്ങൾ സ്റ്റാറ്റസ് ഒക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾ ഭയങ്കര ഹാപ്പി ആണെങ്കിൽ ഹാപ്പീൻ്റെ സ്മൈലി ഇടുന്നതിന് പകരം ഐ ആം അറ്റ് ക്ലൗഡ് 9 അങ്ങനെയൊക്കെ എഴുതുക. ഓക്കെ, അപ്പം എല്ലാവരും വിചാരിക്കും എന്തൊക്കെ ഇവരിട്ടെ എന്നൊക്കെ. അപ്പം നിങ്ങൾ യൂസ് ചെയ്യുന്ന, നിങ്ങൾ പഠിക്കുന്ന ഓരോ കാര്യങ്ങൾ നിങ്ങൾ യൂസ് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പം നമുക്ക് അങ്ങനത്തെ ഫൺ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇഡിയംസ് നോക്കാം. ലിസൺ, ഫസ്റ്റ് വൺ, കോമൺ ആയിട്ട് പറയുന്ന, നിങ്ങൾക്ക് പഠിക്കേണ്ട ഓർത്ത് വെക്കേണ്ട ഇഡിയംസ് മാത്രമേ പറയുന്നുള്ളൂ കേട്ടോ. വൺസ് ഇൻ എ ബ്ലൂ മൂൺ. എന്താണ് വൺസ് ഇൻ എ ബ്ലൂ മൂൺ എന്ന് പറഞ്ഞാൽ വെരി റെയർ ആയിട്ട് ഇടയ്ക്ക് എപ്പോഴേലും സംഭവിക്കുന്ന ഒരു കാര്യത്തിനാണ് നമ്മൾ വൺസ് ഇൻ എ ബ്ലൂ മൂൺ എന്ന് പറയുക. അർത്ഥം മനസ്സിലാക്കി വെക്കണം. വൺസ് ഇൻ എ ബ്ലൂ മൂൺ എന്ന് പറഞ്ഞാൽ റെയർ ആയിട്ട് വല്ലപ്പോഴും നടക്കുന്നതിനാണ് വൺസ് ഇൻ എ ബ്ലൂ മൂൺ എന്ന് പറയുക. അടുത്തത് ക്രൊക്കഡൈൽ ടിയേഴ്സ്. നമ്മളൊക്കെ ചെയ്യുന്ന ഒരു സാധനമാണ്. എ ഫാസ്റ്റ് ഷോ ഓഫ് ഇമോഷൻ. ഉണ്ടാക്കി കരയുക, അതാണ് ക്രൊക്കഡൈൽ ടിയേഴ്സ് എന്ന് പറഞ്ഞാൽ. മുതലക്കണ്ണീര് എന്ന് മലയാളത്തിൽ പറയും. നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വാക്കാണ് ശരിക്കും ക്രൊക്കഡൈൽ ടിയേഴ്സ്. മുതലക്കണ്ണീര് അല്ലെങ്കിൽ ഫേക്ക് ആയിട്ട് ഇമോഷൻ കാണിക്കുന്നതിനാണ് നമ്മൾ ക്രൊക്കഡൈൽ ടിയേഴ്സ് എന്ന് പറയുന്നത്. ഇനി ഹെർക്കുലീൻ ടാസ്ക്. ഹെർക്കുലീൻ ടാസ്ക് എന്ന് പറഞ്ഞാൽ എ വെരി ഡിഫിക്കൽട്ട് ടാസ്ക്, ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടാസ്ക് എന്നാണ് നമ്മൾ ഹെർക്കുലീൻ. നിങ്ങൾക്ക് പറയാം ഇറ്റ് വാസ് എൻ ഹെർക്കുലീൻ ടാസ്ക്, ഇതൊരു ഡിഫിക്കൽട്ട്, അല്ലെങ്കിൽ ഇറ്റ് വാസ് എൻ ഹെർക്കുലീൻ, അതന്നെ ഡിഫിക്കൽട്ട് ടാസ്ക് എന്നുള്ളത് നമുക്ക് യൂസ് ചെയ്യാം. ഇനി റെഡ് ടേപ്പ്. റെഡ് ടേപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? അൺനെസസറി ഡിലേക്കാണ് നമ്മൾ റെഡ് ടേപ്പ് എന്ന് പറയാം. അപ്പോൾ നമുക്ക് ഫോർ എക്സാമ്പിൾ there is too much red tape just to get my passport. എൻ്റെ പാസ്പോർട്ട് കിട്ടാൻ ഫോർ എക്സാമ്പിൾ there is too much red tape just to get my പാസ്പോർട്ട്. അപ്പൊ നോക്കുക, ഇവിടെ പാസ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ട് there is too much delay, താമസം ഉണ്ടെന്നാണ് കാണിക്കുന്നത്. അത്രേ ഉള്ളൂ അതിൻ്റെ അർത്ഥം. അത് കുറച്ച് നമ്മളെ ലാംഗ്വേജ് ഒന്ന് അടിപൊളിയാക്കാൻ വേണ്ടിയിട്ടാണ് ഇഡിയംസ് ഒക്കെ യൂസ് ചെയ്യുന്നത്, വേറെ ഒന്നുമില്ല. ഓക്കെ, ഇനി ഔട്ട് ഓഫ് ദ ബ്ലൂ എന്ന് പറഞ്ഞാൽ സഡൻലി, പെട്ടെന്ന്, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട്, ഒട്ടും പ്രതീക്ഷിക്കാതെ നടക്കുന്നതിനാണ് നമ്മൾ ഔട്ട് ഓഫ് ദ ബ്ലൂ എന്ന് പറയാം. ഇനി അടുത്തത് 11th hour. 11th പറഞ്ഞാൽ അവസാന നിമിഷം നമ്മൾ പറയൂലേ, മൈ ഫ്രണ്ട് പോസ്റ്റ്പോൺഡ് ദ ട്രിപ്പ് അറ്റ് ദ 11th hour. എൻ്റെ ഫ്രണ്ട് ട്രിപ്പ് പോസ്റ്റ്പോൺ ചെയ്ത് മാറ്റി വെച്ചു അവസാന നിമിഷം കൊണ്ടുപോയിട്ട്. അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട് ഞാൻ ഇല്ല എന്ന് പറഞ്ഞു അറ്റ് ദ 11th hour. ഓക്കെ, അപ്പം ഈ അവസാനത്തെ മൊമെന്റ് അതിനാണ് നമ്മൾ എന്ത് പറയാ? 11th hour എന്ന് പറയും. 11th hour. ഇനി റെയിനിങ് ലൈക്ക് കാറ്റ്സ് ആൻഡ് ഡോഗ്സ്.
ഇനി നമുക്ക് നല്ല മഴ കിട്ടുമ്പോൾ നമുക്ക് സ്റ്റാറ്റസ്, നമ്മൾ മഴയുടെ സ്റ്റാറ്റസ് കിട്ടും അല്ലേ? അപ്പോൾ നമുക്ക് എന്തിടാം? റെയിനിങ് ലൈക്ക് കാറ്റ്സ് ആൻഡ് ഡോഗ്സ്. അങ്ങനെ പറഞ്ഞാൽ എന്താ? പൂച്ചയും മഴ എന്താ നായ പോലെ മഴ പെയ്യാന്നാണോ? പൂച്ചയും അതൊന്നുമല്ല. എന്താ? റെയിനിങ് ഹെവിലി, ഭയങ്കരമായിട്ടുള്ള കോരിച്ചൊരിയുന്ന മഴയ്ക്കാണ് നമ്മൾ പറയുന്നത് ഇറ്റ് വാസ് റെയിനിങ് ലൈക്ക് കാറ്റ്സ് ആൻഡ് ഡോഗ്സ് യെസ്റ്റർഡേ. ഓക്കെ, ഇനി അടുത്തത് ദ ലാസ്റ്റ് സ്ട്രോ എന്ന് പറഞ്ഞാൽ ദ ഫൈനൽ പ്രോബ്ലം അല്ലെങ്കിൽ ഡിഫിക്കൽട്ടി, പ്രയാസം എന്നുള്ളതൊക്കെയാണ്. ഫോർ എക്സാമ്പിൾ, മൈ മദർ അല്ലെങ്കിൽ ദ സ്പിൽഡ് ജ്യൂസ് വാസ് ദ ലാസ്റ്റ് സ്ട്രോ ഫോർ മാം ആഫ്റ്റർ ക്ലീനിങ് ഓൾ ദ ഡേ. ഒരു ദിവസം മൊത്തം അമ്മ ക്ലീൻ ആക്കിയിട്ട് അവസാനം കൊണ്ടുപോയിട്ട് എന്തായി? കുറച്ച് വെള്ളം നിലത്ത് ചിന്തി, അല്ലെങ്കിൽ ജ്യൂസ് നിലത്ത് ചിന്തി. അതായിരുന്നു ഒരു അവസാനത്തെ പ്രശ്നം. അങ്ങനെയൊക്കെ നമ്മൾ പറയും ലാസ്റ്റ് സ്ട്രോ. ഓക്കെ, ഇനി എ ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ് എന്ന് പറഞ്ഞാൽ സംതിങ് ഗുഡ് ദാറ്റ് സീംസ് ബാഡ് അറ്റ് ഫസ്റ്റ്. നല്ല കാര്യം, പക്ഷെ നമുക്ക് ചില കാര്യം ആദ്യം തോന്നും അത് ഇപ്പോൾ ഫുഡാണ് വിചാരിക്കുക, കാണുമ്പോൾ നമ്മൾ വിചാരിക്കും അത് എനിക്ക് വേണ്ട, തിന്നു നോക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ആയിരിക്കും അല്ലേ? അപ്പം അറ്റ് ഫസ്റ്റ് നമുക്ക് വലിയ ഇഷ്ടം ഉണ്ടാവില്ല, പക്ഷെ അത് നല്ല ഇതായിരിക്കും. അതിനാണ് നമ്മൾ എന്ത് പറയുക? എ ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ലോസിങ് മൈ ജോബ് വാസ് ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ് ബിക്കോസ് ഐ ഹാവ് എ ബെറ്റർ ജോബ്. എൻ്റെ ജോലി നഷ്ടപ്പെടുന്നത് ഇറ്റ് വാസ് എ ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ്, കാരണം എനിക്കൊരു ബെറ്റർ ജോബ് ഉണ്ട്. ഓക്കെ, പുൾ സംവൺസ് ലെഗ്. എന്താ പുൾ സംവൺസ് ലെഗ് എന്ന് പറഞ്ഞാൽ ടു ജോക്ക് അല്ലെങ്കിൽ കളിയാക്കുക എന്ന് പറയും. ഹി സെഡ്, ഫോർ എക്സാമ്പിൾ, മൈ സിസ്റ്റർ അല്ലെങ്കിൽ മൈ ബ്രദർ സെഡ് ദേർ വാസ് ഷാർക്ക് ഇൻ സ്വിമ്മിംഗ് പൂൾ. സ്വിമ്മിംഗ് പൂളിൽ ഷാർക്ക് ഉണ്ടെന്ന് പറഞ്ഞു. ജസ്റ്റ് പുള്ളിങ് മൈ ലെഗ്. ജസ്റ്റ് പുള്ളിങ് മൈ ലെഗ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു തമാശ. ജസ്റ്റ് പുള്ളിങ് മൈ ലെഗ്. ഓക്കെ, അങ്ങനെ. ഇനി നമുക്ക് ഒരു 4 കൂടെ പറയാം. ഷെയ്ഡ്സ് ഓഫ് ഗ്രേ. ഷെയ്ഡ്സ് ഓഫ് ഗ്രേ എന്ന് പറഞ്ഞാൽ സംതിങ് ദാറ്റ് ഈസ് നോട്ട് ക്ലിയർ ഓർ ഡെഫിനിറ്റ്. ക്ലിയർ അല്ലാത്തതിനാണ് നമ്മൾ എന്താ പറയുക? ഷെയ്ഡ്സ് ഓഫ് ഗ്രേ എന്ന് പറഞ്ഞാൽ. ഫോർ എക്സാമ്പിൾ, അണ്ടർസ്റ്റാൻഡിങ് ടീച്ചേഴ്സ് ഇൻസ്ട്രക്ഷൻ വാസ് സംടൈംസ് ഷെയ്ഡ്സ് ഓഫ് ഗ്രേ. ചിലപ്പം ടീച്ചർ പറയുന്ന ഇൻസ്ട്രക്ഷന് ഒരു ഷെയ്ഡ്സ് ഓഫ് ഗ്രേ അല്ലെങ്കിൽ ക്ലിയർ അല്ല എന്നുള്ളതാണ്. ഓക്കെ, ഇഫ് അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ പ്ലീസ് ടെൽ മീ. ഓക്കെ, ഹിറ്റ് ദ സാക്ക്. ഹിറ്റ് ദ സാക്കിന്റെ പിക്ചർ ആണ് മിസ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഹിറ്റ് ദ സാക്ക് എന്ന് പറഞ്ഞാൽ ടു ഗോ ടു ബെഡ്. ഫോർ എക്സാമ്പിൾ, ഐ ഹിറ്റ് ദ സാക്ക് സോ ഏർലി, അല്ലെങ്കിൽ ഐ വാസ് സോ ടയേർഡ് ആഫ്റ്റർ സ്റ്റഡി. പഠനത്തിന് ശേഷം ഞാൻ വളരെ ടയേർഡ് ആയിരുന്നു. ദാറ്റ് ഐ ഹിറ്റ് ദ സാക്ക് ഏർലി. അതുകൊണ്ട് ഞാൻ വേഗം ഉറങ്ങാൻ പോയി. ഐ ഹിറ്റ് ദ സാക്ക് ഏർലി. ഓക്കെ, ഇനി ഔട്ട് ഓഫ് ദ ബ്ലൂ. ഔട്ട് ഓഫ് ദ ബ്ലൂ എന്ന് പറഞ്ഞാൽ അൺഎക്സ്പെക്റ്റഡ്ലി. അത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ അല്ലേ? ഔട്ട് ഓഫ് ദ ബ്ലൂ, അൺഎക്സ്പെക്റ്റഡ്ലി. അതായത് നമ്മളിപ്പോൾ പറഞ്ഞില്ലേ, ഔട്ട് ഓഫ് ദ ബ്ലൂ ടീച്ചർ അനൗൺസ്ഡ് എക്സാം. ഒട്ടും പ്രതീക്ഷിക്കാതെ ടീച്ചർ പറഞ്ഞു നാളെ എക്സാം ഉണ്ട്. അതാണ് ഔട്ട് ഓഫ് ദ ബ്ലൂ. ഓക്കെ, ഇനി കിക്ക് ദ ബക്കറ്റ് എന്ന് പറഞ്ഞാൽ ടു ഡൈ. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. അപ്പം ഇത്ര ഫ്രേസൽ വെർബ് നിങ്ങൾ ഓർത്ത് വെക്കുക. അതിൻ്റെ മീനിങ് ആണ് ഓർത്ത് വെക്കേണ്ടത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്കത് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. ഇറ്റ് ഹാഡ് ബീൻ ഡാഷ് ദാറ്റ് ജെയിംസ് സോ ഹിസ് കസിൻ ആഫ്റ്റർ മെനി ഇയേഴ്സ്. കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ജെയിംസ് കസിനെ കാണുന്നത് അല്ലേ? അപ്പം വൺസ് ഇൻ എ ബ്ലൂ മൂൺ എന്നാണോ ഔട്ട് ഓഫ് ദ ബ്ലൂ എന്നാണോ വരിക? ഇറ്റ് ഹാഡ് ബീൻ വൺസ് ഇൻ എ ബ്ലൂ മൂൺ അല്ലേ? തിരെ കാണാത്ത ഒരാളെ കാണല്ലേ? വൺസ് ഇൻ എ ബ്ലൂ മൂൺ. When they finally met, his cousin was pretending to be sad and shedding. അങ്ങനെ അവസാനം ഈ കസിനെ കണ്ട സമയത്ത് കസിൻ പ്രിറ്റൻഡിങ് എന്ന് പറഞ്ഞാൽ നടിക്കുക, ടു ബി സാഡ് സങ്കടമായിട്ട് ഇങ്ങനെ കുറേ കാലമായാലല്ലേ കണ്ടിട്ട് എന്നുള്ള സങ്കടം. ആൻഡ് ഷെഡിങ് ഡാഷ്, ഷെഡിങ് ക്രൊക്കഡൈൽ ടീയേഴ്സ് അല്ലേ? ഉണ്ടാക്കി കരയുക, ഫാൾസ് ഇമോഷൻ കാണിക്കുക. ജെയിംസ് റിയലൈസ്ഡ് ഷീ വാസ് ജസ്റ്റ് ട്രൈങ് ടു ഗെറ്റ് അറ്റൻഷൻ. ജെയിംസിന് മനസ്സിലായി അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ള കളിയാണെന്നൊക്കെ മനസ്സിലായി. ബട്ട് ഹി ഡിഡ് നോട്ട് ഫോൾ ഫോർ ഹെർ ആക്ട്. പക്ഷെ ആ കണ്ണീരിനൊന്നും ജെയിംസ് വീണില്ല. It had been a real dash to arrange this meeting, but James was happy it finally happened. ഈ മീറ്റിംഗ് അറേഞ്ച് ചെയ്യാന്ന് പറയുന്നത് ഇറ്റ് വാസ് റെഡ് ടേപ്പ് എന്നാണോ ഹെർക്കുലിൻ ടാസ്ക് എന്നാണോ? ഹെർക്കുലിൻ ടാസ്ക് ഡിഫിക്കൽട്ട് ടാസ്ക്. റെഡ് ടേപ്പ് എന്ന് പറഞ്ഞാൽ ഡിലേ ആക്കുക. ഡിലേ ആക്കാന്ന് വരുമോ? ഇറ്റ് ഹാഡ് ബീൻ എ റിയൽ ഹെർക്കുലിൻ ടാസ്ക്, ഡിഫിക്കൽട്ട് ടാസ്ക് ആയിരുന്നു. എന്ത് ഈ ഒരു മീറ്റിംഗ്, ജെയിംസും കസിനും ആയിട്ടുള്ള മീറ്റിംഗ് അറേഞ്ച് ചെയ്യുക എന്ന് പറയുന്നത് ഡിഫിക്കൽട്ട് ടാസ്ക് ആയിരുന്നു. ഓക്കെ, സോ ആൻസേഴ്സ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം.
Sarah was upset when the project was delayed due to unnecessary dash. സാറ അപ്സെറ്റ് ആയിരുന്നു when the project was delayed. പ്രൊജക്റ്റ് ഒക്കെ ഡിലേ ആയപ്പോൾ സാറക്ക് സങ്കടമായി ഡ്യൂ ടു അൺനെസസറി എന്തായിരിക്കും? ഡിലേ അല്ലേ? അൺനെസസറി ഡിലേ കാരണല്ലേ? ഡിലേന്റെ മീനിങ് വരുന്നത് ഏതാണ്? റെഡ് ടേപ്പ് അല്ലേ? റെഡ് ടേപ്പ് ആണ് അല്ലേ? അപ്പൊ റെഡ് ടേപ്പ് ആണ് നമ്മുടെ ആൻസർ. റെഡ് ടേപ്പ്. It was all very confusing and she felt like things were moving in circles. Then just dash her manager called and gave her the approval to proceed. അങ്ങനെ മാനേജർ അവളെ വിളിച്ചു. ഔട്ട് ഓഫ് ദ ബ്ലൂ, പെട്ടെന്ന് വിളിച്ചു ആയിരിക്കുമോ ആൻസർ, അല്ലെങ്കിൽ വൺസ് ഇൻ എ ബ്ലൂ മൂൺ, തിരെ വിളിക്കാത്ത ഒരാൾ വിളിച്ച ആ രീതിയിലായിരിക്കും. എന്തായിരിക്കും അതിനോട് ആൻസർ വരാടാ? ദെൻ ജസ്റ്റ് ഔട്ട് ഓഫ് ദ ബ്ലൂ ഹെർ മാനേജർ കോൾഡ്. അതല്ലേ വരിക? അൺഎക്സ്പെക്റ്റഡ് ആയിട്ട്, ഒട്ടും പ്രതീക്ഷിക്കാതെ മാനേജർ വിളിച്ചു, അപ്രൂവൽ തന്നു അല്ലേ? അപ്പം ഔട്ട് ഓഫ് ദി ബ്ലൂ. സേവിങ് ഹെർ ഫ്രം സ്ട്രെസ് അറ്റ് ദ ഡാഷ്. അതായത് അത്രയും ടെൻഷൻ അടിക്കുന്ന സമയത്ത് ലാസ്റ്റ് ആണ് ആര് വിളിക്കുന്നത്? മാനേജർ വിളിക്കുന്നത്. അപ്പൊ ലാസ്റ്റ് ടൈം അല്ലേ? 11th hour. 11th hour is the answer. Any next one. It was dash when they decided to go on a picnic. It was raining like a cats and dogs ആണോ? Once in a blue moon ആണോ? When they decided to go on a picnic. പിക്നിക്കിന് പോവാൻ ഡിസൈഡ് ചെയ്തപ്പോൾ it was raining like cats and dogs. ഭയങ്കര കോരിച്ചൊരിയുന്ന മഴ. They were caught in the rain and got drenched. അവർക്ക് മഴ കൊണ്ടു, അങ്ങനെ അവർ മുങ്ങിപ്പോയി എന്നൊക്കെ പറയുന്നത്. They tried to make the best of it, but they realized it was going to be dash to set everything up in the rain. റെയിനിൽ എല്ലാം സെറ്റ് ചെയ്യാന്ന് പറയുന്നത് it was a Herculean task അല്ലേ? Herculean task. Okay. അപ്പോൾ നമ്മൾ 3 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. ആൻഡ് ലെറ്റ് മീ ഗിവ് യു 2 ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ മതി അല്ലേ? ഓക്കെ. ഈ ക്വസ്റ്റ്യനിൽ ഇവിടെയും നമുക്ക് 2 ആൻസേഴ്സ് നിങ്ങളെ എഴുതാനുണ്ട്. അപ്പോൾ ഈ 2 ആൻസേഴ്സ് നിങ്ങൾ ഈ പാസേജ് വായിച്ചിട്ട് ഈ 2 ആൻസേഴ്സ് എന്താണെന്നുള്ളത് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ഓക്കെ. ഇതേപോലെയുള്ള വീഡിയോസ്, എന്തൊക്കെ വീഡിയോസ് ആണ് നിങ്ങൾക്ക് വേണ്ടതെന്നുള്ളതും നിങ്ങൾ താഴെ പറയാം. മോർ ആൻഡ് മോർ വീഡിയോസിന് വേണ്ടിയിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. ഓക്കെ. സോ ഇഡിയംസ് എന്നുള്ള ടോപ്പിക് ഇൻട്രസ്റ്റിംഗ് ആണ്. നിങ്ങൾക്ക് പുതിയതായതുകൊണ്ട് കുറച്ച് പ്രയാസം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക, മോർ ആൻഡ് മോർ ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് നോക്കുക കേട്ടോ. അപ്പോൾ ഇതിന് ആൻസർ എന്താണെന്നുള്ളത് താഴെ കമന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറന്നു പോകരുത്. ആൻഡ് ഐ ഹോപ്പ് ടുഡേസ് ക്ലാസ് വാസ് ക്ലിയർ ഫോർ you people. Thank you and have a nice day. Bye.